ഇന്ന് നമുക്ക് ജൂൺ 1 വന്ന PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് അവാർഡുകൾ തന്നെയാണ്. 2026 എർത്ത് പ്രൈസ് യൂറോപ്യൻ അവാർഡ് ലഭിച്ചത് അയർലൻഡിലെ മലയാളി വിദ്യാർത്ഥിനി ആര്യ സതീഷിൻ്റെ ഇക്വ പെർജ് എന്ന കണ്ടുപിടുത്തത്തിനാണ്. 2026 എർത്ത് പ്രൈസ് യൂറോപ്യൻ അവാർഡ് ലഭിച്ചത് ഇക്വ പെർജ് എന്ന കണ്ടുപിടുത്തത്തിനാണ്. അത് കണ്ടുപിടിച്ചത് മലയാളി വിദ്യാർത്ഥിനിയായ ആര്യ സതീഷ്. അടുത്തത് ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി പുരസ്കാരത്തിന് അർഹരായവർ പർവീൻ ഷെയ്ഖ്, ബർക്ക സുബയ്യും. ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി പുരസ്കാരത്തിന് 2026 അർഹരായവരാണ് പർവീൻ ഷെയ്ഖും ബർക്ക സുബയ്യും. അടുത്തത് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദന്. ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദന് 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. P ജയചന്ദ്രൻ സ്മൃതി പുരസ്കാരം ലഭിച്ചത് ഗായകനും സംഗീത സംവിധായകനുമായ കല്ലറ ഗോപന്. P ജയചന്ദ്രൻ സ്മൃതി പുരസ്കാരം ലഭിച്ചത് ഗായകനും സംഗീത സംവിധായകനുമായ കല്ലറ ഗോപന്. സാഹിതി സഖ്യം MP പോൾ പുരസ്കാരം ലഭിച്ചത് ആശ മേനോൻ. സാഹിതി സഖ്യം MP പോൾ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആശ മേനോൻ. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത് തായ്വാനീസ് എഴുത്തുകാരിയായ യാങ് ഷുവാങ്സിയുടെ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്. അപ്പോൾ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് യാങ് ഷുവാങ്. തായ്വാനീസ് എഴുത്തുകാരിയാണ്. കൃതി തായ്വാൻ ട്രാവലോഗ് നോവലാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KV മോഹൻകുമാറിൻ്റെ ഉല, നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന നോവലിന്. മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച നോവലാണ് ഉല, നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും. അത് എഴുതിയത് KV മോഹൻകുമാർ. സംസ്ഥാന സർക്കാരിൻ്റെ വനം, വന്യജീവി, പരിസ്ഥിതി, ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള ഈ വർഷത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് S ഗുരുവായൂരപ്പന്. സംസ്ഥാന സർക്കാരിൻ്റെ വനം, വന്യജീവി, പരിസ്ഥിതി, ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള ഈ വർഷത്തെ വനമിത്ര പുരസ്കാരം S ഗുരുവായൂരപ്പന്. മികച്ച തിരക്കഥയ്ക്കുള്ള 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചത് രാജേഷ് തില്ലങ്കരിക്ക്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് രാജേഷ് തില്ലങ്കരിക്കാണ്. അദ്ദേഹത്തിൻ്റെ എ പ്രഗ്നന്റ് വിഡോ എന്ന സിനിമയുടെ തിരക്കഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. അടുത്തത് വിഖ്യാത ജാപ്പനീസ് എഴുത്തുകാരൻ ഹറുകി മുറഗാമിയുടെ പുതിയ നോവലാണ് ദ ടൈൽ ഓഫ് ക്യാഹോ. അപ്പോൾ ദ ടൈൽ ഓഫ് ക്യാഹോ എന്ന നോവൽ എഴുതിയത് ഹറുകി മുറഗാമി, ജാപ്പനീസ് എഴുത്തുകാരനാണ്. ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്ന പുസ്തകം എഴുതിയത് K സച്ചിദാനന്ദൻ. ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്ന പുസ്തകം എഴുതിയത് K സച്ചിദാനന്ദൻ. വായന പ്രോത്സാഹിപ്പിക്കാനായി പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യമാണ് ഡെൻമാർക്ക്. വായന പ്രോത്സാഹിപ്പിക്കാനായി പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യം ഡെൻമാർക്ക്. നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയുടെ പേരാണ് ഇന്ദ്രധനുസ്. സമാധാന നൊബേൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിയുടെ പുതിയ പുസ്തകമാണ് എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. സമാധാന നൊബേൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിയുടെ പുതിയ പുസ്തകമാണ് എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. 2023 നർഗീസ് മുഹമ്മദിക്ക് സമാധാന നൊബേൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ നർഗീസ് മുഹമ്മദിയുടെ പുതിയ പുസ്തകത്തിൻ്റെ പേരാണ് എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. അടുത്തത് മിസ് ക്വീൻ കേരള 2026 ജേതാവായത് നിതിക സോനു അഗസ്റ്റിൻ. മിസ് ക്വീൻ കേരള 2026 ജേതാവായത് നിതിക സോനു അഗസ്റ്റിൻ.
ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. വിശാഖപട്ടണമാണ് ആസ്ഥാനം. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ, വിശാഖപട്ടണമാണ് അതിൻ്റെ ആസ്ഥാനം. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇഷാങ്ക് സിംഗ്. 7 വയസ്സാണ് പ്രായം. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇഷാങ്ക് സിംഗ്. കേരളത്തിൻ്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമാണ് കവച്. കേരളത്തിൻ്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമാണ് കവച്. ലോകത്തെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് തായ്വാനിലെ താംസൂയി നദിക്ക് കുറുകെ നിർമ്മിക്കപ്പെട്ട ദാൻജിയാങ് പാലത്തിനാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലമാണ് ദാൻജിയാങ് പാലം. അത് സ്ഥിതി ചെയ്യുന്നത് തായ്വാനിലാണ്, താംസൂയി നദിക്ക് കുറുകെ. ഇന്ത്യയുടെ ആദ്യ ഓർബിറ്റൽ ഡേറ്റാ സെൻറ്റർ സാറ്റലൈറ്റാണ് പാത്ത് ഫൈൻഡർ. ഇന്ത്യയുടെ ആദ്യ ഓർബിറ്റൽ ഡേറ്റാ സെൻറ്റർ സാറ്റലൈറ്റ് പാത്ത് ഫൈൻഡർ. 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ പിണറായി വിജയൻ. 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് പിണറായി വിജയൻ. അടുത്തത് 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറാണ് ജി സുധാകരൻ. 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കർ ജി സുധാകരൻ. 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പായി നിയമിച്ചത് അബു ജോൺ ജോസഫ്. 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. അഡ്വക്കേറ്റ് ജാജു ബാബുവാണ് പുതിയ അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ടി അസഫ് അലി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലായും നിയമിതരായി. അപ്പോൾ പുതിയ അഡ്വക്കേറ്റ് ജാജു ബാബു, പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ എന്ന് വെച്ചാൽ DGP. പുതിയ DGP ആണ് അഡ്വക്കേറ്റ് ടി അസഫ് അലി. അപ്പോൾ 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കർ ജി സുധാകരൻ, ചീഫ് വിപ്പാണ് അപ്പു ജോൺ ജോസഫ്. പുതിയ അഡ്വക്കേറ്റ് ജനറലാണ് അഡ്വക്കേറ്റ് ജാജു ബാബു. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലാണ് അഡ്വക്കേറ്റ് ടി അസഫ് അലി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് രോഹിത് ജെയിൻ. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് രോഹിത് ജെയിൻ. പ്രസാർ ഭാരതിയുടെ ചെയർമാനാണ് പ്രസൂൺ ജോഷി. പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായത് പ്രസൂൺ ജോഷി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി നിയമിതനായത് ശശി ശേഖർ വെമ്പതി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി നിയമിതനായത് ശശി ശേഖർ വെമ്പതി. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസിൻ്റെ ചെയർമാനായി നിയമിതനായത് ശ്രീകാന്ത് വെലമകണ്ണി. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസിൻ്റെ ചെയർമാനായി നിയമിതനായത് ശ്രീകാന്ത് വെലമകണ്ണി. പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി വീണ്ടും നിയമിതനായ വ്യക്തി KC വേണുഗോപാൽ. പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി വീണ്ടും നിയമിതനായ വ്യക്തിയാണ് KC വേണുഗോപാൽ MP. ഫെമിന മിസ് ഇന്ത്യ കേരളയായി മേധാവി സാബു തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെമിന മിസ് ഇന്ത്യ കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാബു. CBI ഡയറക്ടറായി തുടർ നിയമനം ലഭിച്ച വ്യക്തി പ്രവീൺ സൂദ്. CBI ഡയറക്ടറായി തുടർ നിയമനം ലഭിച്ചത് പ്രവീൺ സൂദ്. ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെലോയായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെലോയായി തിരഞ്ഞെടുത്തത് ഡോക്ടർ സൗമ്യ സ്വാമിനാഥനെ. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ആണ് സൗരഭ് വിജയ്. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO സൗരഭ് വിജയ്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ.
അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ആരായിരുന്നു? അഡ്വക്കേറ്റ് ജാജു ബാബു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അടുത്തത് കുറച്ച് സ്പോർട്സ് ഫാക്ട്സ് ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ നമ്പർ 1 ബൗളർ എന്ന സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ പേസറാണ് ജസ്പ്രീത് ബുംറ. ടെസ്റ്റ് ക്രിക്കറ്റിലെ നമ്പർ 1 ബൗളർ എന്ന സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ. വനിതാ 2020 ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സന. വനിതാ 2020 ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സന 15 പന്തിൽ നിന്നാണ് 50 റൺസ് എടുത്തത്. IPL ഒരു സീസണിൽ 50-ലധികം സിക്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറിയത് വൈഭവ് സൂര്യവംശി. IPL ഒരു സീസണിൽ 50-ലധികം സിക്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറിയത് വൈഭവ് സൂര്യവംശി. IPLൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. IPLൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. കനേഡിയൻ ഗ്രാൻഡ് പ്രിയിൽ മെഴ്സിഡസിൻ്റെ ഇറ്റാലിയൻ ഡ്രൈവർ കിമി അന്റോണല്ലിക്ക് കിരീടം. അപ്പോൾ കനേഡിയൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് ഇറ്റാലിയൻ ഡ്രൈവറായ കിമി അന്റോണല്ലി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദനാണ്. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച എഴുത്തുകാരിയാണ് യാങ് ഷുവാങ്. തായ്വാനീസ് എഴുത്തുകാരിയാണ്. പിന്നെ മികച്ച തിരക്കഥയ്ക്കുള്ള 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച ആളാണ് രാജേഷ് തില്ലങ്കരി. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. വിശാഖപട്ടണമാണ് ആസ്ഥാനം. അടുത്ത് നമ്മൾ പഠിച്ചത് 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രോട്ടം സ്പീക്കറാണ് G. സുധാകരൻ. പിന്നെ ചീഫ് വിപ്പായി നിയമിച്ചത് അപ്പു ജോൺ ജോസഫാണ്. പുതിയ അഡ്വക്കേറ്റ് ജനറലാണ് അഡ്വക്കേറ്റ് ജാജു സാബു. പിന്നെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ രഞ്ജന പ്രകാശ് ദേശായി ആണ്. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറാണ് രോഹിത് ജെയിൻ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 16ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 16ാം കേരള നിയമസഭയുടെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അപ്പോൾ VD സതീശന് കുറേ വകുപ്പുകളുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ധനകാര്യം, ദേശീയ സമ്പാദ്യം, സ്റ്റോർ പർച്ചേസ്, വാണിജ്യ നികുതികൾ, കാർഷിക വരുമാന നികുതി, ട്രഷറികൾ, ലോട്ടറികൾ, സംസ്ഥാന ഓഡിറ്റ്, കേരള സംസ്ഥാന ധനകാര്യ സംരംഭങ്ങൾ, സംസ്ഥാന ഇൻഷുറൻസ്, കേരള ധനകാര്യ കോർപ്പറേഷൻ, സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും, തുറമുഖങ്ങൾ, നിയമം, ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും, പൊതുഭരണം, അഖിലേന്ത്യാ സേവനങ്ങൾ, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, മലിനീകരണ നിയന്ത്രണം, ദുരന്ത നിവാരണം, ശാസ്ത്ര സ്ഥാപനങ്ങൾ, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പരിഷ്കാരങ്ങൾ, തിരഞ്ഞെടുപ്പ്, സംയോജനം, സൈനിക ക്ഷേമം, ദുരിതാശ്വാസങ്ങൾ, സ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി, സിവിൽ ആൻഡ് ക്രിമിനൽ നീതിയുടെ ഭരണം, പ്രവാസി കേരളീയ കാര്യങ്ങൾ, അന്തർ സംസ്ഥാന നദീജലം, തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ നാവിഗേഷൻ, കേരള സംസ്ഥാന ഉൾനാടൻ നാവിഗേഷൻ കോർപ്പറേഷൻ, ഇൻഫോ ആൻഡ് PR, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, മെട്രോ റെയിൽ, റെയിൽവേ ന്യൂവാൽസ്, പോസ്റ്റലുകളും ടെലിഗ്രാഫുകളും, എല്ലാ പ്രധാന നയപരമായ കാര്യങ്ങളും. അപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ വകുപ്പുകളാണ് ഞാനിപ്പോൾ വായിച്ചത്. അടുത്തത് സ്പീക്കറാണ്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, പ്രോട്ടോം സ്പീക്കറായിരുന്നു G. സുധാകരൻ. അടുത്തത് രമേശ് ചെന്നിത്തല, ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ജയിൽ, കയർ. രമേശ് ചെന്നിത്തലയുടെ വകുപ്പുകൾ എന്തൊക്കെയാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. പിന്നെ വിജിലൻസ്, ഫയർ
ആൻഡ് റെസ്ക്യൂ സർവീസസ്, ജയിൽ, കയർ. വൈദ്യുതി മന്ത്രിയാണ് സണ്ണി ജോസഫ്. വൈദ്യുതി മാത്രമല്ല, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം, പിന്നെ അനർട്ട്. സണ്ണി ജോസഫ് എന്തൊക്കെയാണ്? വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം, അനർട്ട്. കെ മുരളീധരൻ ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തദ്ദേശീയ വൈദ്യശാസ്ത്രം, ആയുഷ്, മയക്കുമരുന്ന് നിയന്ത്രണം, ഭക്ഷ്യസുരക്ഷ, ദേവസ്വം. അപ്പോൾ കെ മുരളീധരൻ്റെ വകുപ്പുകളാണ്, ആരോഗ്യമന്ത്രിയാണ്. അപ്പോൾ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തദ്ദേശീയ വൈദ്യശാസ്ത്രം, ആയുഷ്, മയക്കുമരുന്ന് നിയന്ത്രണം, ഭക്ഷ്യസുരക്ഷ, ദേവസ്വം. അടുത്തത് AP അനിൽകുമാർ ഭൂമി, റവന്യൂ, സർവേ, ഭൂമി രേഖകൾ, ഭൂപരിഷ്കരണം. ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂമി, സർവേ, ഭൂമി രേഖകൾ, ഭൂപരിഷ്കരണം, പിന്നെ റവന്യൂ. AP അനിൽകുമാറിൻ്റെ വകുപ്പുകളാണ് ഭൂമി, റവന്യൂ, സർവേ, ഭൂമി രേഖകൾ, ഭൂപരിഷ്കരണം. അടുത്ത മന്ത്രിയാണ് PC വിഷ്ണുനാഥ്. ടൂറിസം മന്ത്രിയാണ് PC വിഷ്ണുനാഥ്. ടൂറിസം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തക ക്ഷേമ നിധി ബോർഡ്. അപ്പോൾ PC വിഷ്ണുനാഥിൻ്റെ വകുപ്പുകൾ എന്തൊക്കെയാണ്? ടൂറിസം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തന ക്ഷേമ നിധി ബോർഡ്. അടുത്ത ആളാണ് ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണ വകുപ്പുകൾ തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ, വനിതാ ശിശു സംരക്ഷണം, കേരള വെറ്ററിനറി മൃഗശാസ്ത്ര സർവകലാശാല. ബിന്ദു കൃഷ്ണയുടെ വകുപ്പുകൾ തൊഴിൽ മന്ത്രിയാണ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ, വനിതാ ശിശു സംരക്ഷണം, കേരള വെറ്ററിനറി മൃഗശാസ്ത്ര സർവകലാശാല. അടുത്ത ആളാണ് KA തുളസി. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനം. KA തുളസി പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനം. T സിദ്ദീഖ് കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർഹൗസ് കോർപ്പറേഷൻ. T സിദ്ദീഖ് അടുത്ത മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് കൃഷി, മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർഹൗസിംഗ് കോർപ്പറേഷൻ. അടുത്തത് റോജി M ജോൺ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M ജോണാണ്. സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, കൃഷി, വെറ്ററിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെയുള്ള സാങ്കേതിക സർവകലാശാലകളുടെ മന്ത്രിയാണ് റോജി M ജോൺ. ഏതൊക്കെയാണ്? കൃഷി, വെറ്ററിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെ. പിന്നെ പ്രവേശന പരീക്ഷ, നാഷണൽ കാഡറ്റ് കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്നീ വകുപ്പുകളാണ് റോജി M ജോണിലുള്ളത്. എന്തൊക്കെയാണ്? റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, കൃഷി, വെറ്ററിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെയുള്ള സർവകലാശാലകൾ, പ്രവേശന പരീക്ഷ, നാഷണൽ കാഡറ്റ് കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ASAP. അടുത്ത ആൾ M ലിജു സഹകരണം എക്സൈസ്. സഹകരണം എക്സൈസ് മന്ത്രിയാണ് M ലിജു. OJ ജനീഷ് കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തുശാസ്ത്രം, ആർക്കൈവ്സ്. OJ ജനീഷ് കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തുശാസ്ത്രം, ആർക്കൈവ്സ്. അടുത്ത ആൾ PK കുഞ്ഞാലിക്കുട്ടി. വ്യവസായവും വാണിജ്യവും, വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി ആൻഡ് തുണിത്തരങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പുകളാണ് വ്യവസായവും വാണിജ്യവും, വിവര സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി ആൻഡ് തുണിത്തരങ്ങൾ. അടുത്തത് N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് N ഷംസുദ്ദീൻ. സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം. അപ്പോൾ N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം.
അടുത്ത ആൾ KM ഷാജി, തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിംഗ്, ഗ്രാമവികസനം, പ്രാദേശിക വികസന സമിതികൾ കില. തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിംഗ്, ഗ്രാമവികസനം, പ്രാദേശിക വികസന സമിതികൾ കില എന്നീ വകുപ്പുകൾ KM ഷാജിയുടേതാണ്. അടുത്ത ആൾ PK ബഷീർ, പൊതുമരാമത്ത് മന്ത്രിയാണ് PK ബഷീർ. പൊതുമരാമത്ത് മന്ത്രിയാണ് PK ബഷീർ. നെക്സ്റ്റ് CP ജോൺ, റോഡ് ഗതാഗതം, മോട്ടോർ വാഹന, ജലഗതാഗത വകുപ്പുകൾ. ഇപ്പോൾ CP ജോണിൻ്റെ വകുപ്പുകൾ റോഡ് ഗതാഗതം, മോട്ടോർ വാഹന, ജലഗതാഗത വകുപ്പുകൾ. അടുത്ത ആളാണ് ഷിബു ബേബി ജോൺ, വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് KASE. ഷിബു ബേബി ജോൺ, വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് KASE. അനൂപ് ജേക്കബ്, ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. അനൂപ് ജേക്കബിൻ്റെ വകുപ്പുകൾ ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. അടുത്തത് മോൻസ് ജോസഫ്, ജലസേചനം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വം, ഭവന നിർമ്മാണം. മോൻസ് ജോസഫ്, ജലസേചനം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വം, ഭവന നിർമ്മാണം. അടുത്ത ആൾ VE അബ്ദുൽ ഗഫൂർ, ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി. VE അബ്ദുൽ ഗഫൂർ, ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി. അപ്പോൾ 16ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. 16ാം കേരള നിയമസഭയിലെ 13ാമത്തെ മന്ത്രിയാണ് VD സതീശൻ. 20 മന്ത്രിമാരാണ് ഉള്ളത്. അതിൽ 2 പേരാണ് വനിതകൾ, KA തുളസിയും ബിന്ദു കൃഷ്ണയും. KA തുളസി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനത്തിനുള്ള മന്ത്രിയാണ്. പിന്നെ ബിന്ദു കൃഷ്ണ തൊഴിൽ മന്ത്രിയാണ്. തൊഴിൽ മാത്രമല്ല, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ, വനിതാ ശിശു സംരക്ഷണം, കേരള വെറ്ററിനറി മൃഗശാസ്ത്ര സർവകലാശാലയ്ക്കാണ് ബിന്ദു കൃഷ്ണയുടെ വകുപ്പുകൾ. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. പ്രോട്ടം സ്പീക്കറായിരുന്നത് G സുധാകരനുമാണ്.